ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റാഗി കഞ്ഞിയാണ്. റാഗി പൗഡർ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്, കഞ്ഞി ആയതുകൊണ്ട് തന്നെ. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഒരു വിസ്കോ ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തൈരും ചെറിയുള്ളിയും പച്ചമുളകും റാഗിയൊക്കെ ചേർത്ത് ഇങ്ങനെ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുമ്പോൾ ശരീരത്തിന് നല്ല തണുപ്പും ഊർജ്ജവും വേണ്ടുന്ന കാൽസ്യം അയണും ഒക്കെ നമുക്ക് കിട്ടും. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണേൽ കഴിക്കാം. അല്ല മറ്റ് ജലദോഷം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നൈറ്റിലും കഴിക്കാം. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് രാവിലെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ ദഹനമൊക്കെ മെച്ചപ്പെടുത്താനായിട്ടും ഇത് നല്ലതാണ്. കാരണം ഇതിനകത്ത് തൈര് ചേരുന്നുണ്ട്, പ്രോബയോട്ടിക്സ്. ഇതെങ്ങനെയാണ് കട്ടകളില്ലാതെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെള്ളം കൂടുതൽ ആഡ് ചെയ്യണം. കാരണം ഇത് കൂടുതൽ ക്വാണ്ടിറ്റി റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വേഗം കുക്കായി കിട്ടും. അപ്പോൾ പെട്ടെന്ന് കട്ടയായിപ്പം വെന്ത് കിട്ടാനും പാടാണ്. അപ്പം കുറച്ചേറെ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് സമയമെടുത്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. റാഗി പൗഡർ ആണെങ്കിൽ നമ്മുടെ ധാരാളം കാൽസ്യവും അയണും ഫൈബറും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിൽ നമ്മൾ കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലാണ്. പല്ലിൻ്റെ എല്ലിൻ്റെയൊക്കെ ബലം കൂട്ടാനായിട്ട് നല്ലതാണ്. റാഗിയുടെ ഇതുപോലെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. നല്ലപോലെ തണുക്കണ്ട, കുറച്ച് തണുത്താൽ മതി. ഇതിനകത്ത് നമ്മൾ തൈര് ചേർക്കുന്നതുകൊണ്ട് ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതുപോലെ കുറുകിയത് നമുക്കൊന്ന് കുറച്ച് നേരം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരു വലിയൊരു പാത്രത്തിനകത്ത് വെള്ളം എടുത്ത് വെച്ച് അതിലേക്ക് ഇറക്കി വെച്ച് തണുപ്പിച്ചാലും മതി, വേഗം തണുത്ത് കിട്ടും. തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഇത് തിക്കാകും. ഇതുപോലെ ഇങ്ങനെയാണ് നമുക്ക് കഞ്ഞിക്ക് പരുവത്തിന് റെഡിയാകുന്നത്. ഇത് നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നുണ്ട്. നമ്മുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാനായിട്ട് നല്ല ഇതാണ് റാഗി എന്ന് പറയുന്നത്. ഇത് വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി. അതിനോടൊപ്പം ഞാൻ ഒരു 3-4 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ 2 പച്ചമുളക്, അത് എരിവിന് അനുസരിച്ച് കുട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം. ഈ പച്ചമുളകും ഉള്ളിയും അരിഞ്ഞെടുക്കണമെന്നില്ല, നമുക്കൊന്ന് ചതച്ചെടുത്താലും മതി. ഒന്നും കൂടി ടേസ്റ്റ് കൂടും ചതയ്ക്കുമ്പം. ഇതിനോടൊപ്പം നമുക്ക് തൈരാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പം ഫ്രഷ് യോഗട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെടുക്കാം. ഇതിലേക്ക് ഒരു 3-4 സ്പൂൺ തൈരും കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഈ റാഗിക്കെന്ന് പറഞ്ഞാൽ പ്രമേഹം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. ഇതിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ട് രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് കൂടുന്നതിനെ തടയാനായിട്ട് ഈ റാഗിക്ക് കഴിയും. അതുകൊണ്ടാണ് റാഗി കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മധുരമൊന്നും ഇല്ലാതെയല്ല കഴിക്കുന്നത്, ഒന്നും കൂടി നല്ലതാണ്. പിന്നെ തൈരിനകത്ത് പ്രോബയോട്ടിക്സ് ധാരാളം ഉള്ളതുകൊണ്ട് കുടലിലെ നല്ല ബാക്ടീരിയകളുടെയൊക്കെ വളർച്ചയ്ക്ക് ഗ്രോത്തിന് നല്ലതാണ്. അതുകൊണ്ടാണ് പ്രോബയോട്ടിക്സ് തൈര് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് നന്നായി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും കൂടി ഇട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ തൈരും ഉള്ളിയും പച്ചമുളകും റാഗിയും കൊണ്ടുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഇത് കഴിക്കുമ്പോൾ കിഡ്നി രോഗമുള്ളവരൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ വയറിന് എന്തെങ്കിലും പ്രശ്നമോ ഗുരുതരമായ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ബാക്കി കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാം. കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ നമുക്കിതിൽ മുളകില്ലാതെ വേണമെങ്കിൽ കൊടുക്കാം. എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. വളരെ സ്വാദിഷ്ടവും അതിലുപരി ഒരുപാട് ഗുണങ്ങളും ഉള്ളൊരു റാഗി കഞ്ഞിയാണിത്. എല്ലാവരും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് കഴിക്കുന്നത് നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. കമൻ്റ് അയക്കണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ട് കഴിവതും എക്സസൈസൊക്കെ ചെയ്ത് ഹെൽത്തി ആയിട്ടിരിക്കണം. ടാറ്റാ, ബൈ.